എല്ലാവർക്കും RP ലെസൺസ് ചാനലിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഈസ് നോട്ട് എ സൗണ്ട് വേർഡ്? വിച്ച് ഈസ് നോട്ട് എ സൗണ്ട് വേർഡ്? ചിർപ്പിംഗ്, ഹിസ്സിംഗ്, വാക്കിംഗ്, ഗിഗ്ലിംഗ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ശബ്ദം പുറപ്പെടുവിക്കുന്ന, അതായത് പല ജീവികളും ശബ്ദം പുറപ്പെടുവിക്കുന്നുണ്ട്, അങ്ങനെയുള്ള സൗണ്ട് വേർഡ് എന്നാണ്. ഇവിടെ നമുക്ക് ഈ ചോയ്സിൽ അറിയാം, വാക്കിംഗ് മാത്രമാണ് സൗണ്ട് വേർഡ് അല്ലാത്തത്. സൗണ്ട് വേർഡ് അല്ലാത്തത് ഏതാണ്? വാക്കിംഗ് ആണ്. വാക്കിംഗ് എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്? ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് വാക്കിംഗ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഐ ഡാഷ് ഇൻ ലണ്ടൻ. വർക്ക്, വർക്ക്ഡ്, വർക്കിംഗ്, നൺ ഓഫ് ദീസ്. അപ്പോൾ ഐ ഡാഷ് ഇൻ ലണ്ടൻ എന്ന് പറഞ്ഞു വെച്ചാൽ ഐ വർക്ക്ഡ് ഇൻ ലണ്ടൻ. ഓക്കെ, അത് ശരിയാണ്. വർക്കിംഗ്, ഐ വർക്കിംഗ് എന്ന് പറയില്ല നമ്മൾ, ഐ ആം വർക്കിംഗ് എന്നേ പറയുള്ളൂ. അപ്പോൾ അത് ചോയ്സ് തെറ്റാണ്. നൺ ഓഫ് ദീസ് എന്നുള്ളതും നമുക്ക് ഒഴിവാക്കാം. ഇവിടെ വർക്ക് എന്ന് പറഞ്ഞാലും ശരിയാണ്, ഐ വർക്ക് ഇൻ ലണ്ടൻ. അപ്പോൾ ഇതിൽ രണ്ട് ശരി ഉത്തരങ്ങളുണ്ട് ശരിക്ക്. ഐ വർക്ക്ഡ് ഇൻ ലണ്ടൻ, ഐ വർക്ക് ഇൻ ലണ്ടൻ. മൂന്നാമത്തെ, ഗോ എവേ. ഗോ എവേ എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗാണ്. ഡിഡ് യു, ആർ യു, ഈസ് യു, വിൽ യു. ഇവിടെ നമ്മൾ വിചാരിക്കും ഗോ എവേ എന്ന് പറയുമ്പോൾ ഗോ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ടെൻസ് ആണ്, അപ്പോൾ എവേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈസ് യു എന്നോ, എന്തായാലും ഈസിൻ്റെ കൂടെ യു വരില്ല. അപ്പോൾ പിന്നെ ഏതായിരിക്കാം? ആർ യു ആണോ? ആർ യു ആണോ? ഇങ്ങനെയുള്ളതിൽ ഇതുപോലുള്ള ഗോ എവേ എന്ന് പോലുള്ള സെൻറ്റൻസുകളിൽ നമ്മളെപ്പോഴും ചേർക്കേണ്ടത് വിൽ യു എന്നുള്ള ക്വസ്റ്റ്യൻ ടാഗാണ്. വിൽ യു എന്നുള്ള ക്വസ്റ്റ്യൻ ടാഗാണ്. അപ്പോൾ ചോയ്സ് ഏതാണ്? നാലാമത്തെയാണ് ശരിയായ ഉത്തരം. ഇനി ലാസ്റ്റ് വൺ, ഫൈൻഡ് ദ ഓഡ് വൺ എന്നാണ്. ബി ബസ്, ഗോട്ട്, മൂ, ലയൺ, റോർ, ഔൾ, ഹൂട്ട്. ഇതിൽ എല്ലാം, അതായത് ആ ജീവികളുടെ ശബ്ദമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ ഗോട്ടിൻ്റെ മാത്രമാണ് ബ്ലീറ്റ് എന്നാണ് ശരിക്കും വരേണ്ടത്, പക്ഷേ മൂന്നാണ് കൊടുത്തിരിക്കുന്നത്. മൂന്ന് പറയുന്നത് ആരുടെ ശബ്ദമാണ്? കൗവിൻ്റെ ശബ്ദമാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക.